വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് വെജ് പിസ്സയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഓവൻ ഉണ്ടാവണമെന്നൊന്നുമില്ല. അതേപോലെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ചീസ് ഉണ്ടാവില്ല, ഈസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ എങ്ങനെ ഒരു പിസ്സ നമുക്ക് റെഡിയാക്കാം എന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം. ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീമും സോസും എല്ലാം നമ്മൾ തന്നെ റെഡിയാക്കുവാണ്. നമ്മുടെ പിസ്സ ബേസ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്യുകയാണ്. ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഞാനൊരു വിസ്ക് യൂസ് ചെയ്താണ് കേട്ടോ ഇവിടെ മിക്സ് ചെയ്യുന്നത്. ഇതൊന്ന് മിക്സ് ആയ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഓയിലും കൂടി ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഓയിൽ ആഡ് ചെയ്യാണ്. 1/2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്തു. ഇനി ഓയിലും കൂടി നല്ല പോലെ ഒന്ന് ഇതിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് വിസ്ക് യൂസ് ചെയ്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഡൗ കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ യോഗട്ട് ആഡ് ചെയ്യാം. ഇനി നല്ല പോലെ കുഴച്ചെടുക്കാം. യോഗട്ടിൽ ആവശ്യത്തിന് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ വെള്ളം ആഡ് ചെയ്യേണ്ടതായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. നല്ല പോലെ മിക്സ് ചെയ്യണം. നമുക്ക് കുഴയ്ക്കുന്ന ടൈമിൽ വേണമെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തൂക്കി കൊടുക്കാം. അപ്പം നമുക്ക് കുഴയ്ക്കാൻ കുറച്ച് എളുപ്പം ഉണ്ടാവും. ഇപ്പം നമ്മുടെ ഡൗ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ കുഴച്ച് നല്ലൊരു മയത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെറ്റ് ക്ലോത്ത് വെച്ച് ഇത് കവർ ചെയ്യാം. എന്നിട്ട് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വൈറ്റ് സോസും അതേപോലെ പിസ്സ സോസ് റെഡിയാക്കാം. ഫസ്റ്റ് വൈറ്റ് സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യാം. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. വേവാൻ വേണ്ടിയിട്ട് 3 മിനിറ്റോളം എടുക്കും. അപ്പോൾ ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്യാം. മൈദ ബട്ടറിലേക്ക് നല്ല പോലെ ഒന്ന് പിടിക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഫ്രഷ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് സോസ് നമ്മൾ റെഡിയാക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇതൊരു നല്ല തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്.
നമുക്ക് പിസ്സ സോസ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ടൊമാറ്റോ പ്യൂരി റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് 4 കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, 2 ടൊമാറ്റോ, അതേപോലെ 1/2 കഷ്ണം സവാള, ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല പോലെ ഒന്ന് വെന്തുടഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് നല്ല പോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ ടൊമാറ്റോ പ്യൂരി. ഇത് നമുക്ക് പിസ്സ സോസ് ആഡ് ചെയ്യാനുള്ളതാണ്, അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പിസ്സ സോസിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പിസ്സ സോസ് റെഡിയാക്കുമ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം. നല്ല പോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ എരിവിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ അധികം എരിവും വരില്ല, എന്നാൽ സോസിന് ആവശ്യമുള്ള എരിവും കിട്ടും. ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ടൊമാറ്റോ പ്യൂരി റെഡിയാക്കി ആ ജാറിൽ തന്നെ നമുക്ക് വെള്ളം എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് ഇളക്കാം. എണ്ണ നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സോസിൻ്റെ ഒരു പാകമായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഡൗ നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഡൗ നല്ല പോലെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദാപ്പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ട്, നമുക്കൊന്ന് പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതേപോലെ പലകയിലും കുറച്ച് പൊടി ഞാൻ തൂവി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ എല്ലാ പോർഷനും ഈവൻ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അധികം തിന്നാവാൻ പാടില്ല. ഒരു മീഡിയം തിക്നെസ്സിലാണ് നമ്മളിതൊന്ന് പരത്തിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പിസ്സയ്ക്കുള്ള ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാനിലാണ് പിസ്സ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഒരു പാനിലേക്ക് മാറ്റിയിടാം. ഇനി നമുക്ക് ഇതിന് സൈഡിൽ കുറച്ച് ഓയിൽ തൂവി കൊടുക്കാം. പിസ്സ
പിസ്സയുടെ അകത്ത് എയർ ബബിൾസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോർക്ക് യൂസ് ചെയ്ത് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ. ഇതിനകത്തേക്ക് പിസ്സ സോസ് തേച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ്, ചീസിന് പകരമാണ് കേട്ടോ നമ്മൾ ശരിക്കും വൈറ്റ് സോസ് യൂസ് ചെയ്യുന്നത്. നമുക്കുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിവിടെ ഇപ്പോൾ മെയിനായിട്ട് ക്യാപ്സിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് ആണോ അവൈലബിൾ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിസ്സയ്ക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് സ്വീറ്റ് കോണൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്യാം കേട്ടോ. അതേപോലെ ഞാൻ ഇതിൻ്റെ അകത്ത് സവാള യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒലീവ്സ് അവൈലബിൾ ആയതുകൊണ്ട് ഒലീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. വൈറ്റ് സോസ് മേളിലും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 1 അവർ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് 1 അവറിന് ശേഷം നമ്മുടെ പിസ്സ ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ റെഡിയാക്കിയ പിസ്സ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ക്രീം ഉണ്ടല്ലോ, വൈറ്റ് ക്രീം, നല്ല ടേസ്റ്റ് ആണത്. നമ്മൾ ചീസ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. ഞാനിത് ഉണ്ടാക്കിയ ടൈമിൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു. അതേപോലെ സോസ് നല്ല ടേസ്റ്റുള്ള സോസാണ്. നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പിന്നെ ആയാലും അത് യൂസ് ചെയ്യാം. അത്രയും നല്ലൊരു സോസാണ്. അപ്പം ഞാനിതൊന്ന് മൊത്തത്തിലൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബേസ് നോക്കി അറിയാം, നല്ല പോലെ വന്നിട്ടുണ്ട് പിസ്സയുടെ ബേസൊക്കെ. അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സീരിയസ്ലി നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറന്നു പോകരുത്. ഓവനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ദിസ് ഇസ് ഫിൽറ്റർ സൈനിങ് ഓഫ്. ബൈ.